ഇന്നലത്തെ ഗോസ്പൽ അത്ഭുതത്തിലൊരു സീറോ ഫിനിഷ്യൻ സ്ത്രീ അവരുടെ മകൾ ഈശോ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഒരു വാക്കുകൊണ്ട് ഈശോ ആ ദൂരം മറികടക്കാണ്, അത്ഭുതം ഉണ്ടാവാണ്. ഇന്നത്തെ ഗോസ്പൽ അത്ഭുതം ടോട്ടലി ഡിഫറെൻ്റാണ്. ഡെഫ് ആൻഡ് ഡംബായിട്ടുള്ള മനുഷ്യനെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അവൻ്റെ ചെവിയിൽ വിരലിടുന്നു, തുപ്പലുകൊണ്ട് നാവി തൊടുന്നു, ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിടുന്നു, എഫാത്ത എന്ന് നിലവിളിക്കുന്നു. മെത്തേഡ്സ് കംപ്ലീറ്റ് ഡിഫറെൻ്റാണ്. അതിന് കാരണം പറയുന്നത് ഈശോ ഡെഫ് ആൻഡ് ഡംബായിട്ടുള്ള ആളായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സൽ സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുകയാണ്. അതാണ് ഈശോ. പക്ഷെ മറ്റൊരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. ഈശോനെ നമുക്കൊരു ബോക്സിലാക്കാൻ പറ്റില്ല. ഈശോയുടെ മെത്തഡോളജി ഇതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈശോയുടെ മെത്തഡോളജി, ഈശോ അത്ഭുതം ചെയ്യുന്ന രീതികളൊക്കെ ഡിഫറെൻ്റാണ്, ക്രിയേറ്റീവാണ്. അതുകൊണ്ട് ഈശോയെ നമുക്ക് ഒരു മെത്തേഡിൽ ഒതുക്കി നിർത്താൻ പറ്റത്തില്ല. നമ്മൾ ക്രിസ്ത്യാനിറ്റി എടുക്കുമ്പോൾ എന്തോരം സഭകളാണ് ഉള്ളത്. ഇനി കാത്തലിക് ചേർച്ച് തന്നെ എടുക്കുമ്പോൾ അതിൽ 23 വ്യക്തിഗത സഭകളുണ്ട്, ഡിഫറെൻറ്റ് ലിറ്റർജീസ് ഉണ്ട്, 6 മേജർ ലിറ്റർജീസും ഉണ്ട്. ഈശോയുടെ അപ്പോസ്റ്റലന്മാർ, ചേർച്ച് ലീഡേഴ്സ് ഓരോ സ്ഥലത്ത് നിന്ന് ഈശോയെക്കുറിച്ച് സംസാരിച്ചു. ഈശോ ആരാധിക്കാനുള്ള ഡിഫറെൻറ്റ് മെത്തഡോളജീസ് കൊടുത്തു. അതെങ്ങനെ ഉണ്ടാക്കിയത്? ആ നാടിൻ്റെ ഭാഷ, കൾച്ചർ, ട്രഡീഷൻ, ആർട്ട്, മ്യൂസിക്, ലിറ്ററേച്ചർ ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ ഇത്രയേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിറ്റർജീസ് ഉള്ളത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് കാണിക്കുന്നത് സഭയുടെ റിച്ച്നെസ്സാണ്. പക്ഷേ ഈ മെത്തഡോളജിക്ക് ക്രിസ്തുവിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്താലോ? നമ്മൾ ഈ മെത്തഡോളജി ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കുന്നവനെ അതിനു വേണ്ടി കീറി മുറിച്ചാലോ? അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്നവൻ തന്നെ അവിടെ ഇല്ലാതായി പോയാലോ? പിന്നെ എന്തിനാണ് ഈ റൈറ്റ്, ഈ ഡിഫറെൻറ്റ് മെത്തഡോളജീസ്, ലിറ്റർജീസ്?